ഹായ് ഡെവലപ്പേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റിൽ എങ്ങനെ ഫയർബേസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ ആൻഡ്രോയിഡ് പ്രോജക്റ്റിനും iOS പ്രോജക്റ്റിനും മാത്രമായിട്ട് എങ്ങനെ ഫയർബേസ് കണക്ട് ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CLI യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫ്ലട്ടർ പ്രോജക്റ്റ് നമ്മുടെ ഫ്ലട്ടറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഫയർബേസിലേക്ക് പോകേണ്ടതുണ്ട്. ഫയർബേസ് കൺസോളിലേക്ക് പോവുക. ഫയർബേസിന് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫയർബേസ് കൺസോളിലെത്താം. ഇനി അവിടെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ ന്യൂ ഫയർബേസ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഫയർബേസ് പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫയർബേസ് പ്രൊജക്റ്റിലേക്ക് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ iOS പ്രൊജക്റ്റ്, ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ചെയ്യണം, നിങ്ങളുടെ പ്രൊജക്റ്റ് ആൻഡ്രോയിഡിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലെങ്കിൽ iOSന് വേണ്ടി മാത്രമുള്ളതാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കാണാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൾട്ടി പ്ലാറ്റ്ഫോം സപ്പോർട്ടുള്ള ഫ്ലട്ടറിൻ്റെ പ്രൊജക്റ്റുകൾ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഈ ഫ്ലട്ടർ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇത് ചെയ്യാനായിട്ട് ഫയർബേസ് CLI നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നറിയണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഇതിലേതാണെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ വിൻഡോസ് യൂസർ ആണെങ്കിൽ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫയർബേസ് CLI ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിനാദ്യം നോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. അപ്പോൾ Node.js ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെ Node.jsൻ്റെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. Node.jsൻ്റെ ഇവരുടെ സൈറ്റിൽ പോയിട്ട് ഇവിടുന്ന് ലേറ്റസ്റ്റ് വേർഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം നമ്മൾ നോഡ് പാക്കേജ് മാനേജർ യൂസ് ചെയ്തിട്ടാണ് ഫയർബേസ് CLI നമ്മുടെ ഫയർബേസ് ടൂൾസൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ NPM നമ്മുടെ സിസ്റ്റത്തിൽ വേണം. അപ്പോൾ ആദ്യം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് ഇപ്പോൾ വിൻഡോസ് യൂസർ ആണെങ്കിൽ ഇവിടെ NPM ഇവിടെ NPM എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് NPM ഈ ഒരു കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റിൽ പേസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളൊരു macOS ലിനക്സ് യൂസറോ ആണെങ്കിൽ ഈ സെയിം വേ തന്നെയാണ്. ഫസ്റ്റ് നോഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. അതിനുശേഷം NPM ഇവിടെ ചൂസ് ചെയ്യുക. ഈ ഒരു ലൈൻ കമാൻഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് macOS ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വന്നു. ഇവിടെ ടെർമിനൽ എടുക്കാൻ പോവാണ്. ടെർമിനലെടുത്തു. ഇവിടെ ഞാൻ ആ കമാൻഡ് പേസ്റ്റ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു കമാൻഡ് റൺ ആവുന്നതോടുകൂടി ഫയർബേസ് ടൂൾസ് ഗ്ലോബലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി റൺ ചെയ്തോളും. അപ്പോൾ ചെയ്യാത്തവർ മാത്രം ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതിയാവും. അതിനുശേഷം ഫയർബേസ് ലോഗിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കമാൻഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇതുപോലെ തന്നെ ടെർമിനലിൽ പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ സൈനപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ലോഗിൻ ആയിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റെപ്പും ഓൾറെഡി ഇത് ചെയ്തവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യനർ ചോദിക്കും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് യെസ് നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലിങ്ക് വരുന്നതായിരിക്കും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയർബേസിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതായിരിക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയർബേസ് ടൂൾസ്, നമ്മുടെ ഫയർബേസ് CLI നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഇവിടെ പറയുന്ന ഫ്ലട്ടർ SDK വേണം, ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക, നമ്മുടെ ടെർമിനലിൽ വരിക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വരണമെന്നില്ല. ചില സമയത്ത് ഫയർ CLI പാത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് സെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു വാണിംഗ് കാണിക്കാത്തത്. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്കൊരു വാണിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ആ വാണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഫ്ലട്ടർ ഫയർ CLIൻ്റെ ഒരു പാത്ത് അത് അവർ ഈ വാണിങ്ങിൽ തന്നെ കാണിക്കും. ആ പാത്ത് macOS ആണെങ്കിൽ അവിടെ പാത്തുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഫയലിൽ പോയിട്ട് അത് സ്റ്റോർ ചെയ്യുക. അല്ലാത്ത വിൻഡോസ് യൂസർ ആണെങ്കിൽ എൻവയോൺമെൻറ്റൽ വേരിയബിളിൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരും. നെക്സ്റ്റ് ഇതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ പ്രൊജക്റ്റ് അവൈലബിൾ ആണെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിലും ഓക്കെ കൊടുക്കാൻ പോവാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡിനും iOSനും മാത്രമേ വേണ്ടതുള്ളൂ എങ്കിൽ ഇവിടെ ഈ സ്പേസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഇതോടുകൂടി സ്പേസ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഫയർബേസ് നമുക്കായിട്ട് ഒരു കോൺഫിഗറേഷൻ ഫയൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫയർബേസ് നമ്മുടെ ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാക്കേജ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഫയർബേസ് കോർ എന്ന് പറഞ്ഞ പാക്കേജാണ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുക, pubspec.yaml ഫയലിൽ വന്നിട്ട് ഡിപ്പെൻഡൻസിൻ്റെ അണ്ടറിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫയർബേസ് പ്രൊജക്റ്റിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ലൈൻസ് കോഡ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുക, നമ്മുടെ മെയിനിലേക്ക് വന്നിട്ട് ഇതിനൊരു അസിങ്ക് ഫങ്ഷൻ ആക്കുക, റൺ ആപ്പിൻ്റെ അണ്ടറിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, പാക്കേജുകളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പം ഓൾമോസ്റ്റ് ഇത്രയാണ് നമുക്ക് നമ്മുടെ ഫയർബേസ് ഫ്ലട്ടർ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകളുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആൻഡ്രോയിഡ് ഫയലിൽ പോയിട്ട് ആപ്പ് ലെവൽ ബിൽഡ് ഗ്രേഡിൻ്റെ ഉള്ളിലേക്ക് പോവുക. ഇവിടെ മിനിമം SDK വേർഷൻ ഒരു 23 ആക്കി കൊടുക്കുക. നിങ്ങൾ ഓൾഡ് ഫ്ലട്ടർ SDK ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 23 ആക്കി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ഫയൽസൊക്കെ ഇതുണ്ടോ ഗൂഗിൾ സർവീസസ് .json ഒക്കെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ iOSൽ info.plist ഫയലിൻ്റെ മുകളിലുള്ള ഈ ഫയലൊക്കെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡീബഗ് കൺസോളിൽ നമുക്ക് കാണാം. ഓക്കെ, നമുക്കൊരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ NDK വേർഷൻ റിക്കോർഡ് ആയിട്ടുള്ള NDK വേർഷനേക്കാളും താഴെയാണല്ലോ എന്നുള്ളൊരു വാർണിംഗ് ആണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ അറ്റ്ലീസ്റ്റ് ഇത്ര വേർഷനെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിന് വേണമെന്നാണ് അവർ പറയുന്നത്. ഈ വേർഷൻ ഇവിടുന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ലെവൽ ബിൽഡ് ഗ്രേഡിൽ വരിക. ആൻഡ്രോയിഡിൻ്റെ ഉള്ളിൽ NDK വേർഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ NDK വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റീവ് ഡെവലപ്മെൻറ്റ് കിറ്റ് വേർഷനാണ്. അപ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവർ സജസ്റ്റ് ചെയ്ത വേർഷൻ തന്നെയാണ് കൊടുത്തിരുന്നത്. ഇനി ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാണിംഗ് കാണിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ആപ്പ് നല്ല ഭംഗിയായിട്ട് റണ്ണായിട്ടുണ്ട്. ആൻഡ്രോയിഡിൽ ഒരു എറേഴ്സും കാണിക്കുന്നില്ല. അപ്പോൾ കോൺഫിഗറേഷനൊക്കെ കറക്റ്റാണ്. നമുക്കിനി ഇനി ഒന്ന് iOS സിമുലേറ്ററിലും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന്. ഓക്കെ, നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇവർ പറയുന്നത്
iOS വേർഷൻ നമുക്കൊന്ന് അപ്ഡേറ്റ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോഡ് ഫയലൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ iOS വേർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ iOS എന്ന് പറഞ്ഞ ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ വരിക. ഇതിൽ പോഡ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും, അതെടുക്കുക. ഏറ്റവും മുകളിൽ പ്ലാറ്റ്ഫോം ഇതുണ്ടോ, ഇങ്ങനൊരു കോഡ് ഉണ്ടാവും, അത് അൺകമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ 12 എന്നുള്ളത് ഇവിടെ എത്ര പറയുന്നത്, 15 ആണ് പറയുന്നത്, 15 ആക്കി സെറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. പിന്നെ പറഞ്ഞത് പോഡ്സ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്. ഇതെല്ലാവർക്കും ഒന്നും ഈ വാണിങ്ങും ഈ എറേഴ്സൊന്നും വരില്ല. ടെർമിനലിൽ വരിക. ഇനി നമുക്ക് പോഡ്സ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ iOSൻ്റെ ഫോൾഡറിലേക്ക് നമ്മളൊന്ന് കയറണം. അപ്പോൾ അതിന് വേണ്ടി CD iOS എന്ന് കൊടുക്കുക. ചേഞ്ച് ഡയറക്ടറി ആണ് CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ iOS എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ നമ്മൾ പോഡ് അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോഡ് ഫയൽ അപ്ഡേറ്റ് ആയിക്കോളും. ഇനി നമുക്ക് നമ്മുടെ ഡയറക്ടറി ചേഞ്ച് ചെയ്യാം. ബാക്കിലേക്ക് തന്നെ വന്നു. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം, റണ്ണാവുമെന്ന്. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി റണ്ണായിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മുടെ കോൺഫിഗറേഷനും സെറ്റപ്പുകളും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫയർബേസ് നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. ഇനി നമ്മുടെ കൺസോളിൽ വന്നിട്ട് ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൺഫിഗറേഷൻ ഫയൽസൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടോ, നമ്മൾ 4 ആപ്ലിക്കേഷന് വേണ്ടിയുള്ള കോൺഫിഗറേഷൻ ഫയൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ഫയർബേസ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഈ ബിൽഡിൻ്റെ ഇവിടെ വന്ന് നോക്കിയാൽ ഒതൻറ്റിക്കേഷൻ, ഹോസ്റ്റിങ്, അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒതൻറ്റിക്കേഷൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒതൻറ്റിക്കേഷൻ എങ്ങനെ ചെയ്യാം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കണം. നിങ്ങളുടെ പ്രൊജക്റ്റിൽ അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഫ്ലട്ടറിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കാരണം കൂടുതൽ ഇൻഫോർമേറ്റീവ് ആവുന്ന വീഡിയോസൊക്കെ ഈ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.